നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. MP വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുന്ന പിണറായി വിജയന് കാപട്യമെന്ന് KP മോഹനൻ. ഉമ്മൻചാണ്ടിയുമായുള്ള സമ്പർക്ക ഗുണത്തിന്റെ ഫലമെന്ന് പിണറായിയുടെ പ്രതികരണം. റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ മന്ത്രിയുടെ പരാക്രമം ദൃശ്യങ്ങൾ പകർത്തുന്നത് ബലമായി അതെന്ത് പറഞ്ഞാൽ മനസ്സിലാകത്തെ ഏറ്റവും വലിയ ആൾ നികേഷ് അടക്കം RSP വിരലിൽ എണ്ണാവുന്നവരുടെ കറക്ക് കമ്പനിയായി മാറിയെന്ന് പിണറായി. തിരുനെൽവേലിയിൽ ബസ് മറിഞ്ഞ് 5 മലയാളികളടക്കം 10 പേർ മരിച്ചു. ദുരന്തത്തിൽപ്പെട്ടത് കൊല്ലം തിരുവനന്തപുരം സ്വദേശികൾ. പരിക്കേറ്റ 26-ൽ 20 പേരും മലയാളികൾ. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് മരണകാരണമെന്ന് പ്രാഥമിക സൂചന. മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി. പ്രവാസി വകുപ്പിനെ വിദേശ മന്ത്രാലയത്തിൽ ലയിപ്പിച്ചതിനെതിരെ കേരളം. വിയോജിപ്പ് അറിയിച്ച് സുഷമ സ്വരാജിന് മുഖ്യമന്ത്രി കത്ത് നൽകി. നഴ്സിംഗ് റിക്രൂട്ട്മെന്റിൽ ഒരാഴ്ചക്കകം തീരുമാനമെന്ന് സുഷമ. അലിഗഡ് ക്യാമ്പസ് വിഷയം കേരളത്തിലെത്തുമ്പോൾ ചർച്ച ചെയ്യാമെന്ന് സ്മൃതി ഇറാനി. അരുൺ ജെയ്റ്റ്ലിക്കെതിരായ ക്രിക്കറ്റ് അഴിമതി കേസ് അന്വേഷിക്കുന്ന കമ്മീഷനെ കേന്ദ്രം റദ്ദാക്കി. ദില്ലി സർക്കാരിന് കമ്മീഷനെ വെക്കാൻ അധികാരമില്ലെന്ന് കേന്ദ്രം. അന്വേഷണം തുടരുമെന്ന് ദില്ലി സർക്കാർ. വിഷ്ണു രൂപത്തിൽ മാഗസിൻ ചിത്രം നൽകിയ കേസിൽ ധോണിക്കെതിരെ ജാമ്യമില്ല, അറസ്റ്റ് വാറന്റ്. പത്താൻകോട്ട് ആക്രമണത്തിലെ പാക് ബന്ധത്തിന് വീണ്ടും തെളിവ്. ഭീകരർ പാകിസ്ഥാനിലേക്ക് വിളിച്ചതിന്റെ ഫോൺ സംഭാഷണങ്ങൾ NIAക്ക് ലഭിച്ചു. ഭീകരരെ സഹായിച്ചു എന്ന സംശയത്തിൽ വ്യോമതാവള ജീവനക്കാരനെ ചോദ്യം ചെയ്തു. വിശദമായി MP വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുന്ന പിണറായി വിജയന് കാപട്യമാണെന്ന് മന്ത്രി KP മോഹനൻ. മുമ്പ് ദേശാഭിമാനിയിൽ കൂടിയ അടക്കം വീരേന്ദ്രകുമാറിനെ പിണറായി വിജയൻ വിമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചർച്ച നടത്തുന്നതിന് പിന്നിൽ കാപട്യവും കുതന്ത്രവുമാണെന്ന് മോഹനൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുമായുള്ള സമ്പർക്ക ഗുണത്തിന്റെ ഫലമാണ് ഈ പ്രതികരണമെന്ന് പിണറായി പറഞ്ഞു. പിണറായി വിജയൻ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയിരുന്നു, ദേശാഭിമാനിയിലടക്കം അതൊക്കെ തന്നെ. പക്ഷേ ഇന്ന് അത് അദ്ദേഹം വീണ്ടും വീരേന്ദ്രകുമാറുമായിട്ട് അടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാപട്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മോഹനം പറഞ്ഞോ? അതെന്താ അങ്ങനെ പറയാനിടയായെന്നറിയില്ല. അത് സംസർഗേ ദോഷഗുണേ ബൗദ്ധമെന്നുണ്ട്. ഈ മോഹനൻ്റെ സംസർഗം ഇപ്പം അധികം ഉമ്മൻചാണ്ടിയുടെ കൂടെ ആയതുകൊണ്ട് അത് പകർന്നായിരിക്കാനാണ് വഴി. റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് നേരെ KP മോഹനന്റെ പരാക്രമം. പിണറായി വിജയൻ വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു മന്ത്രി റിപ്പോർട്ടർ വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ക്യാമറ ബലമായി ഓഫ് ചെയ്യിച്ച മന്ത്രി മൈക്ക് വലിച്ചൂരിയെറിഞ്ഞു. വീരേന്ദ്രകുമാറും പിണറായി വിജയനും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ പ്രതികരണം തേടിയായിരുന്നു ഞങ്ങൾ മന്ത്രി KP മോഹനെ സമീപിച്ചത്. അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിലെ പരിപാടിയിലേക്കായിരുന്നു മന്ത്രിയെ കാണാൻ ഞങ്ങൾ പോയത്. ചോദ്യങ്ങളോട് ക്ഷുഭിതനായി പ്രതികരിച്ച മന്ത്രി KP മോഹനൻ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു. ചോദ്യം ആവർത്തിച്ചതോടെ മന്ത്രി കയ്യേറ്റത്തിന് മുതിരുകയായിരുന്നു. ക്യാമറ ബലമായി ഓഫ് ചെയ്ത് മൈക്ക് വലിച്ചൂരി മുറിയിൽ നിന്നും ഞങ്ങളെ പുറത്താക്കിയതിനു ശേഷമാണ് മന്ത്രി ഉച്ചഭക്ഷണം കഴിച്ചത്. മാധ്യമ വ്യഭിചാരികൾ, നാണം കെട്ടവന്മാർ എന്നിങ്ങനെയായിരുന്നു മന്ത്രിയുടെ അഭിസംബോധനകൾ. അതെന്ത് പറഞ്ഞാൽ മനസ്സിലാകത്തെ നിങ്ങൾ തകരാറുകൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഏറ്റവും വലിയ ആൾ നികേഷ് അടക്കം മന്ത്രിയുടെ നടപടിയെ കേരള പത്രപ്രവർത്തക യൂണിയൻ അപലപിച്ചു. മന്ത്രിയുടെ നടപടി പൊതുപ്രവർത്തകർക്ക് ചേരുന്നതല്ലെന്ന് KUWJ സംസ്ഥാന പ്രസിഡന്റ് C നാരായണൻ പ്രതികരിച്ചു. KP മോഹന്റെ നടപടി UDF സംസ്കാരമാണെന്ന് DYFI നേതാവ് മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രിയുടെ നടപടി ഖേദകരമായി പോയെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ക്യാമറാമാൻ KS ശ്യാമിനൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി. KP മോഹനന്റെ അഴിമതി സംബന്ധിച്ച് റിപ്പോർട്ടർ മുമ്പ് നൽകിയ വാർത്തയാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. നിയമനങ്ങളിൽ അടക്കം വകുപ്പിൽ വൻ അഴിമതി നടക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. മന്ത്രിയായി അധികാരമേറ്റത് മുതൽ തന്റെ വകുപ്പുകളിലെ ഉന്നതതല നിയമനങ്ങളെല്ലാം വൻതുക കോഴ വാങ്ങിയാണ് KP മോഹനൻ നടത്തിയിട്ടുള്ളതെന്ന് ഡോക്ടർ അനിയസ് ദാസ് വ്യക്തമാക്കുന്നു. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന് പിന്നിലും അഴിമതിയാണ്. പൗൾട്രി കോർപ്പറേഷനിൽ 20 ലക്ഷമാണ് കോഴ.
ഹോർട്ടികോർപ്പ് MD നിയമനത്തിന് 50 ലക്ഷം വാങ്ങി മുൻപ് കേരള ഫീഡ്സ് MD ആയിരുന്ന തന്നോട് സ്ഥാനത്ത് തുടരുന്നതിന് 25 ലക്ഷം രൂപ മോഹൻ ആവശ്യപ്പെട്ടിരുന്നതായും അനിയസ് ദാസ് പറഞ്ഞു. അന്ന് 15 കോടി രൂപ ലോസിലായി നിൽക്കുന്ന സമയമാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ പ്രോഫിറ്റബിൾ ആക്കി. സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് റൺ ചെയ്തു. എൻ്റെ വീട് തീരാറായപ്പോഴാണ് ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് വെച്ചത്. വേണ്ട സാർ, എത്ര വെച്ചു? 25. സ്വന്തം മണ്ഡലത്തിലെ ബയോ റിസോർട്ട് സെന്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം വൻ അഴിമതിക്കാണ് മന്ത്രി ശ്രമിച്ചത്. അവിടുത്തെ സിവിൽ വർക്ക് 6.5 കോടി രൂപയ്ക്ക് അഗ്രോ ഇൻഡസ്ട്രീസിന് കൊടുക്കാൻ പോയി മീറ്റിംഗ് വിളിച്ചങ്ങ് തീരുമാനമാക്കി. അഗ്രോ ഇൻഡസ്ട്രീസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിക്കണ്ട. എന്നിട്ട് അവരത് പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരുത്തനെ കൊണ്ട് ഒരു രാജു എന്ന് പറഞ്ഞിട്ട് 3 വർഷം മുഴുവൻ ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഓടിയാണ്. അവനാണ് എല്ലാ ഫംഗ്ഷനും നടത്തുന്നത്. അവൻ പകുതി അങ്ങ് മറിച്ച് ഈ പ്രതാപനും SSM ഡയറക്ടറും പ്രതാപനും ഇദ്ദേഹത്തിന് ഒരു ഷെയറും കൊടുക്കും. അപ്പോൾ രാജുവിന് സബ് കോൺട്രാക്ട് കൊടുത്ത് അഗ്രിമെൻറ്റ് 6.5 കോടി രൂപയ്ക്ക് കൊടുക്കാനാണ് തീരുമാനമാക്കി. അപ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് ഹയർ ആണെന്ന് പറഞ്ഞിട്ട് ഞാനിത് വേറെ ഏജൻസിക്ക് കൊടുത്ത് എസ്റ്റിമേറ്റ് വെച്ച് ചെയ്തപ്പോൾ ഈ 6.5 കോടി എസ്റ്റിമേറ്റ് 4.95. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവി കോഴ കൊടുത്ത ദൃശ്യങ്ങൾ പകർത്തി മന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ജനതാദൾ യു നേതാവ് MB വീരേന്ദ്രകുമാറുമായി നടന്ന ചർച്ചയിൽ സർക്കാരിനെതിരായ അഴിമതി ആരോപണത്തെ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് മോഹനന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ്. ക്രമവിരുദ്ധമായ സ്ഥാനചലനങ്ങൾ മൂലം വകുപ്പിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാണെന്നും അനിയസ് ദാസ് പറഞ്ഞു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം JDU നേതാവ് സലിം മടവൂർ, MV ഗോവിന്ദ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഒപ്പം തന്നെ VP രാമകൃഷ്ണപിള്ളയുടെ മകൾ RSPയിൽ നിന്ന് CPMലേക്ക് പോയ ജയന്തി, RYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിജു ലക്ഷ്മികാന്തൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ സലിം മടവൂർ, വീരനുമായി ചങ്ങാത്തം കൂടാനുള്ള പിണറായിയുടെ നീക്കം കാപട്യവും കുബുദ്ധിയും നിറഞ്ഞതാണെന്നും ഇത് വീരൻ മനസ്സിലാക്കുമെന്നാണ് താൻ കരുതുന്നത് എന്നുമാണ് മന്ത്രി KP മോഹനൻ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള സാഹചര്യം? ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല. പക്ഷേ ആ വാർത്തയെക്കുറിച്ച് കേട്ടപ്പോൾ ശ്രീ KP മോഹനുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ ഒരു അർത്ഥത്തിൽ അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ സംസാരിച്ചത്. ഞാൻ പലതും പറഞ്ഞ കൂട്ടത്തിലുള്ള ചില ഭാഗങ്ങളാണ് വാർത്തയായിട്ട് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ വാർത്ത ഉദ്ദേശിച്ച തരത്തിലല്ലാതെ വന്നപ്പോൾ റിപ്പോർട്ടർ ചാനൽ വീണ്ടും അഭിമുഖം ചോദിച്ചപ്പോൾ ഞാൻ പ്രകോപിതനായി പോയതാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ കരുതിക്കൂട്ടിയൊരു മുൻധാരണയിൽ ആ രൂപത്തിൽ പ്രവർത്തിച്ചതല്ല എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അത് പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അക്കാര്യത്തിലൊരു പ്രകോപിതനാകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രീ സലിം മടവൂർ. അത് മന്ത്രിയുടെ സംസ്കാരം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ MP വീരേന്ദ്രകുമാറിനെതിരെ പാർട്ടിയുടെ മന്ത്രി KP മോഹനൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുക എന്നുള്ളത് പാർട്ടി അച്ചടക്കത്തിന് നിരക്കുന്നതാണോ? അല്ല, ശ്രീ വീരേന്ദ്രകുമാറും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലും എടുക്കുന്ന തീരുമാനമാണ് ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം. ശ്രീ പിണറായി വിജയനും വീരേന്ദ്രകുമാറും ഒന്നിച്ചത് രാഷ്ട്രീയമായ കാര്യത്തിനല്ല. ശ്രീ വീരേന്ദ്രകുമാർ എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിലെ കണ്ടന്റ്, ആശയങ്ങൾ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നയങ്ങളുമായി വളരെയധികം യോജിച്ചു നിൽക്കുന്ന രൂപത്തിൽ സംഘപരിവാറിനും വർഗീയത. അതൊക്കെ ശരിയാണ്. അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണല്ലോ. എന്റെ ചോദ്യം ഇതാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ പാർലമെന്ററി പാർട്ടി നേതാവല്ലല്ലോ മന്ത്രി ആ നിലയിൽ പ്രസ്താവന നടത്തുന്നത് അച്ചടക്കത്തിന് നിരക്കുന്നതാണോ? അച്ചടക്കത്തിന് നിരക്കുന്നതല്ല. അത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായി യോജിച്ച സ്റ്റേജ് അത് പങ്കുവെച്ചത് അതിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റിയിലാണ് പറയേണ്ടത്. ശരി. അപ്പോൾ ശ്രീ സലിം മടവൂർ, താങ്കൾ പറയുന്നത് KP മോഹനൻ അച്ചടക്ക ലംഘനമാണ് നടത്തിയത്? അല്ല, അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടി കമ്മിറ്റിയിൽ പറയുന്നതാണ് പാർട്ടിയുടെ അച്ചടക്കം. അതേ ഞാൻ പറയുന്നുള്ളൂ. പാർട്ടിയുടെ കമ്മിറ്റിയിൽ അല്പം മുമ്പ് താങ്കൾ പറഞ്ഞത് അച്ചടക്കത്തിന് നിരക്കുന്നതല്ല എന്ന് പറയുമ്പോൾ KP മോഹൻ അച്ചടക്ക ലംഘനം കാട്ടി. അല്ല, ഞാൻ പറഞ്ഞത് അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടി കമ്മിറ്റിയിൽ പറയുന്നതാണ്. അതാണ് പാർട്ടി അച്ചടക്കം. ഒരു പാർട്ടിയുടെ പ്രവർത്തകനായാലും നേതാവായാലും ആർക്കായാലും പരസ്യമായ അഭിപ്രായം അത് മറ്റു തരത്തിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതിന് പകരം ആദ്യം പാർട്ടിയുടെ സംവിധാനങ്ങളുണ്ടല്ലോ. സംസ്ഥാന കൗൺസിൽ വരുന്നു, കമ്മിറ്റി കൃത്യമായി കൂടുന്നുണ്ട്. അത് എല്ലാ മാസവും ദയവായി തുടരുക ശ്രീ സലിം മടവൂർ. ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, JDUവിനെ നിങ്ങൾ LDFൽ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് മൊത്തത്തിൽ കിട്ടില്ല എന്നുറപ്പായി കഴിഞ്ഞില്ലേ? JDUവിൻ്റെ മന്ത്രിയായ KP മോഹനൻ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. UDFൽ തുടരുക, LDFിലേക്ക് പോകേണ്ടതില്ല എന്ന്. നിങ്ങളുടെ ആഗ്രഹം അസ്ഥാനത്താണ്, അത് നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മുഴുവനായി കിട്ടില്ല എന്നുറപ്പായി കഴിഞ്ഞില്ലേ? അല്ല, ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ലായ്മയൊന്നും പ്രശ്നമല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം
സുദീർഘകാലം ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് ജനതാദൾ. ആ ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് UDFൻ്റെ ഭാഗമായിട്ട് മാറി. തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ മാറിയത് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ഈ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നിലവിലുള്ള നിലപാടുകൾ മാറ്റി മുമ്പോട്ടേക്ക് വരികയാണെങ്കിൽ അവരുമായി സഹകരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തർക്കമില്ല എന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇല്ല CMV ഗോവിന്ദ മാസ്റ്റർ, കാപട്യം നമുക്ക് രണ്ടുപേർക്കും ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് നേരിട്ടുള്ള ഒരു ചോദ്യവും നേരിട്ടുള്ള ഉത്തരവും എന്നിൽ നിന്ന് താങ്കൾക്ക് പ്രതീക്ഷിക്കാം, താങ്കളിൽ നിന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ JDUവിന് അന്ത്യശാസനം നൽകിയത്. അതിനനുസരിച്ച് സംഘടിപ്പിച്ച ചടങ്ങായിരുന്നു ചിന്തയുടെ പുസ്തക പ്രകാശന ചടങ്ങ്. ഇതാ ഇപ്പോൾ 3 ജില്ലാ കമ്മിറ്റികൾ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു. ആ 3 LDFിലേക്ക് പോകണമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിരാശരാക്കും വിധം KP മോഹനൻ എന്ന MLA മന്ത്രി UDFിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ആഗ്രഹത്തിന് വലിയ തോതിലുള്ള മങ്ങലേൽക്കലല്ലേ KP മോഹൻ്റെ ഇന്നത്തെ നിലപാടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? അല്ല, KP മോഹനൻ UDF സംവിധാനത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ പരിപൂർണമായ പരിരക്ഷയിൽ എല്ലാ അർത്ഥത്തിലും ആസ്വദിച്ച് മന്ത്രിയുടെ നിലപാട് സ്വീകരിച്ച് പോവുകയാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല മറുപടി പറയേണ്ടത്, ജനതാദൾ തന്നെയാണ്, അവരുടെ പാർട്ടി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ മോഹനൻ ചേർന്ന് വരുമോ മോഹനൻ ഇല്ലാതെ വരുമോ, ജനതാദളിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വ്യക്തതയില്ലെങ്കിലും ജനതാദൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് പോകുന്നതിൽ വേറെ തടസ്സപ്പെടില്ല. ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങളുടെ വല്ലാത്ത ആഗ്രഹമാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഒപ്പം വരാൻ സാധ്യതയുള്ള വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ്. ശ്രീ സലിം നടവൂർ, ഇതിനകം 3 ജില്ലാ കമ്മിറ്റികളല്ലേ പൂർത്തിയായത്? 3 ജില്ലാ കമ്മിറ്റികളുടെ വികാരം എന്താണ്? അല്ല, 3 അങ്ങനെ പ്രത്യേകിച്ച് മുന്നണി മാറ്റം എന്നുള്ളൊരു ചർച്ച ആ ജില്ലാ കമ്മിറ്റികളിലോ കൗൺസിലോ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത് സ്റ്റേറ്റ് കൗൺസിൽ എപ്പോഴാണ്? എല്ലാ ജില്ലാ കൗൺസിലുകളിലും UDFിലുള്ള പാർട്ടിയുടെ പ്രശ്നങ്ങളും സ്റ്റേറ്റ് കൗൺസിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചുരുക്കാം. സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ്? സ്റ്റേറ്റ് കൗൺസിൽ 18-ാം തീയതിയാണ്. 18-ാം തീയതി സ്റ്റേറ്റ് കൗൺസിലിന് മുമ്പ് എല്ലാ ജില്ലാ കൗൺസിലുകളും തീരണമല്ലോ. എല്ലാ കൗൺസിലുകളും തീർച്ചയായും എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും തീർന്നത് കൊല്ലം, എറണാകുളം, ആലപ്പുഴ. അതെ, നാളെ പത്തനംതിട്ട. ഈ 3 ജില്ലാ കൗൺസിലുകളുടെയും വികാരം ഇടതു മുന്നണിയിലേക്ക് പോകണമെന്നല്ലേ? ഇതിപ്പോ 18-ാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ, സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിലും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും സലിം മടവൂർ 18-ാം തീയതി MP വീരേന്ദ്രകുമാർ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തും. അന്ന് അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എല്ലാ ജില്ലാ കൗൺസിലുകളും ഇടതു മുന്നണിയിലേക്ക് പോകണമെന്ന വികാരം പ്രകടിപ്പിച്ചു. അത് സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ്. അതുകൊണ്ട് ഈ 3 ജില്ലാ കൗൺസിൽ ഒരു തീരുമാനവും എടുത്തില്ല, ഒരു വികാരവും പ്രകടിപ്പിച്ചില്ല എന്ന് സലിം മടവൂർ ഇപ്പോൾ പറഞ്ഞാൽ അത് പിന്നീട് അത് നുണയാണെന്ന് തെളിയും. ഞാൻ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. 3 ജില്ലാ കൗൺസിലും ഏത് മുന്നണിയിലേക്ക് പോകണമെന്ന് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നിലവിൽ UDFിൽ തുടരുന്നു. അതിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അത് സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓരോ ജില്ലാ കൗൺസിലും പ്രശ്നങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവർ ചർച്ച ചെയ്തു. UDFിൽ തുടരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നില്ലേ ഈ 3 ജില്ലാ കൗൺസിലുകൾ? 3 ജില്ലാ കൗൺസിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. അതിലെ പ്രശ്നങ്ങൾ മുഴുവനും സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ പരിഹാരം കാണാൻ അവർ തീരുമാനിച്ചു. അല്ലാതെ മുന്നണി മാറ്റം ജില്ലാ കൗൺസിലുകളുടെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ചർച്ച ഇപ്പം വന്നിട്ടില്ല. ഇപ്പോൾ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാവുമോ എന്താണ്, അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, ഒരുമിച്ച് പോരാടാനുള്ള സമയമായി. സോഷ്യലിസ്റ്റുകളുടെ യഥാർത്ഥ സ്ഥാനം ഇടതുപക്ഷമാണ് എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കുമ്പോൾ അതിനകത്തൊരു ഡീലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിഡ്ഢികളാണോ കേരള ജനത? ഇതിനകം തന്നെ വീരേന്ദ്രകുമാറുമായി അല്ലെങ്കിൽ JDU നേതൃത്വവുമായി കാര്യങ്ങൾ
അനൗപചാരികമായി നിങ്ങൾ സംസാരിക്കുന്നില്ലേ? അതിൻ്റെ പ്രതിഫലനം, അതിന് സാഹചര്യം ഒരുക്കുക എന്ന് മാത്രമല്ലേ JDU ഇപ്പോൾ ജില്ലാ കൗൺസിലുകളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോടാണ് ചോദ്യം? അല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടല്ല. ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനതാദളുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനതാദൾ മുന്നോട്ടേക്ക് വന്നാൽ UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം ചേർന്നാൽ അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കലല്ല, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടി ഈ ഇടതുപക്ഷ ഐക്യത്തിന്, ഇടതുപക്ഷ ജനാധിപത്യ ഐക്യത്തിന് ഒന്നുകൂടി ഊക്കുകൂട്ടുന്ന, ശക്തി പകരാൻ സാധിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇക്കാര്യത്തിൽ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, താങ്കൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നിലയിൽ അഭിപ്രായ പ്രകടനം നടത്തിയ ഒരാളാണല്ലോ. ശത്രുപക്ഷത്തെ ബന്ധു എന്നാണ് JDU-വിനെ കോടിയേരി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. RSP ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാണ് എന്നും. ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഒരാൾ ശത്രുപക്ഷത്തെ ബന്ധുവും മറ്റൊരാൾ ശത്രുപക്ഷത്ത് തന്നെ നിൽക്കുന്നയാളും. അല്ല, രണ്ട് വിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയവരാണ്. ജനതാദൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് പൊതുവെ സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകാനുള്ളൊരു മനസ്സ് ഈ കേരള രാഷ്ട്രീയത്തിലെ അവരുടെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സഖാവ് കോടിയേരി ആ പരാമർശം നടത്തിയിട്ടുള്ളത്. എന്നാൽ RSP ആണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റിട്ടും അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നിട്ട് ആ പാർട്ടി കോൺഗ്രസിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് പോലും ആ നിലപാടിനോടൊപ്പം പൂർണ്ണമായിട്ട് നിൽക്കാൻ കഴിയാതെ ഇനിയുള്ള പ്രശ്നം പ്ലീനം നടത്തിയിട്ട് നമുക്ക് പരിശോധിക്കും എന്ന് പറഞ്ഞ് തടി തപ്പുന്ന അവസ്ഥയിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ UDF-ന്റെ ഭാഗമായിട്ട് തുടരാൻ നിശ്ചയിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുള്ള RSPയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനല്ല, UDF-ന്റെ ഒപ്പം ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ സർവനാശത്തിലേക്ക് നീങ്ങാനുമാണ് തീരുമാനിച്ചത് എന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചു. ഞാനൊന്ന് ചുരുക്കി ചോദിച്ചുകൊള്ളട്ടെ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശത്രുപക്ഷത്തെ ബന്ധു എന്ന് JDU-വിനെ വിശേഷിപ്പിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ധാരണ ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് അങ്ങനെ ഒരു വിശേഷണം അവർക്ക് നൽകുന്നത്. അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU UDF-ൽ തന്നെയാണെന്ന് കരുതുക, നിങ്ങളുടെ ബന്ധുവാണല്ലോ എതിരാളികൾ എന്ന നിലയിൽ നിങ്ങൾക്കെതിരെ പ്രചരണം വരും എന്ന് മനസ്സിലാക്കുന്നയാൾ തന്നെയാണ് ഇത്രയും കരുതലോടുകൂടി ഈ നിലപാടെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരും. എന്നാൽ ശത്രുപക്ഷത്തുള്ള ആളെന്ന് RSPയെ വിശേഷിപ്പിക്കുമ്പോൾ അവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് LDF-ലേക്ക് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ പ്ലീനം, കോൺഗ്രസുമായുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള പ്ലീനം 6 മാസത്തിനപ്പുറത്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതിനാൽ അടുത്ത മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കുള്ളിൽ ആ കാര്യത്തിലൊരു ധാരണയാകില്ല എന്ന് വ്യക്തതയുള്ളതുകൊണ്ടല്ലേ ആ നിലയിൽ അവരെ പരാമർശിക്കുന്നത്. അതായത് JDU നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ൽ ഉണ്ടാകും, RSPയെ കുറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആലോചിക്കാൻ കഴിയൂ. ഇതാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, പാർട്ടി അങ്ങനെയല്ല പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി UDF-ൽ നിന്ന് വിട്ട് ജനതാദൾ വരികയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. RSPയുടെ ഇന്നത്തെ ഒരു നില നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഒരു യോജിപ്പോടുകൂടി ഇന്ത്യയിലാകെ RSP ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒപ്പം വരും എന്നാണ് RSP അണികൾ കൂടി വിചാരിച്ചത്. ഇപ്പോഴാണ് നൂറുകണക്കിന് RSPയോടൊപ്പം നിൽക്കുന്ന അതിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആ നിലപാടല്ല സ്വീകരിച്ചത് എന്നുള്ളതുകൊണ്ട് RSPയിൽ നിന്ന് വിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് CPM-നോടൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കാൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കൊല്ലം ജില്ലയിൽ തന്നെ തയ്യാറായിട്ടുള്ളൊരു ദിവസമാണിന്ന്. നൂറുകണക്കിന് പ്രവർത്തകർ, വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ വനിതാ നേതാവ് ഉൾപ്പെടെ
പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൾ ഉൾപ്പെടെ ഇന്ന് സഖാവ് പിണറായി പങ്കെടുക്കുന്ന കുണ്ട്ര യോഗത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ച് CPIൻ്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് വരാൻ തീരുമാനിച്ച ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ വലിയ രീതിയിലുള്ള അന്തഛിദ്രങ്ങൾ യഥാർത്ഥത്തിൽ RSPക്കകത്ത് ചുരുക്കി പറഞ്ഞാൽ CMV ഗൗതം മാസ്റ്റർ, ഞാനത് ആളുകൾ മാത്രമാണ് അതിലിടപെടുകയാണ്. ഒന്ന്, JDUവിനെ ആകെ കൊണ്ടുവരാനുള്ള ശ്രമം, RSPയെ ദുർബലപ്പെടുത്തുക എന്നുള്ള നയം, ഇതാണ് ഇപ്പോൾ CPM ഈ രണ്ട് പാർട്ടികളോട് സ്വീകരിച്ചിരിക്കുന്നത്. ദയവായി തുടരുക. ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. ഡീൻ കുര്യാക്കോസ്, അല്പം മുമ്പ് ശ്രീ സലിം മടവൂർ പറഞ്ഞു കേട്ടല്ലോ, 3 ജില്ലാ കമ്മിറ്റികൾ കഴിഞ്ഞിരിക്കുന്നു, 18-ാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ ചേരുന്നു. JDU UDF വിട്ട് LDFിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സൂചനകളും നമ്മൾക്ക് ലഭ്യമാണ്. KP മോഹനൻ മാത്രമായിരിക്കും UDF പക്ഷത്ത് ഉണ്ടാവുക. ഒരു KP മോഹനെ മാത്രം കിട്ടിയിട്ട് എന്ത് കാര്യം? അല്ല, ജനതാദൾ യുണൈറ്റഡ് ഇടതുപക്ഷ മുന്നണി വിട്ട് ഐക്യമുന്നണിയിൽ വന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ആ പാർട്ടിക്ക് അവരുടേതായ വ്യവസ്ഥാപിതമായ നിലപാടുണ്ട്. ഇവിടെ ഇപ്പോൾ UDFിൽ ചിലപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ തീർച്ചയായും ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. അത് അതിൻ്റെതായ നിലയിൽ മുൻപോട്ട് പോകുന്നു. അതിന്റെ അർത്ഥം അവർ ഐക്യമുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുന്നതാണ് എന്ന തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ സലിം മടവൂർ എന്താ പറഞ്ഞത്? അല്ല, ഇവിടെ ദുർവ്യാഖ്യാനം ആരാണ് നടത്തുന്നത്? യഥാർത്ഥ വ്യാഖ്യാനം ഇന്ന് ശ്രീ KP മോഹനിൽ നിന്ന് തന്നെ ലഭ്യമല്ലേ? വീരനുമായി ചങ്ങാത്തം കൂടാനുള്ള പിണറായിയുടെ നീക്കം കാപട്യവും കുബുദ്ധിയും നിറഞ്ഞതാണ്, അത് വീരൻ മനസ്സിലാക്കുമെന്നാണ് താൻ കരുതുന്നത് എന്ന് പാർട്ടിയുടെ തന്നെ മന്ത്രിയായ ശ്രീ KP മോഹനൻ പറയുമ്പോൾ ഈ വിധത്തിലുള്ള വ്യാഖ്യാനം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരിലോ പൊതുസമൂഹത്തിലോ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, ആ പാർട്ടിയിലാകെ തന്നെ. അതായത് വീരനുമായി പിണറായി ചങ്ങാത്തം കൂടുന്നു, ഇനി പിണറായി വീരനെയും കൊണ്ടേ പോകൂ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു KP മോഹൻ എന്ന മന്ത്രി. അത് ഇടതുപക്ഷ മുന്നണിയുടെ നിലവാര തകർച്ച അങ്ങേയറ്റം എത്തി നിൽക്കുന്നു. ഇവിടെ പിണറായി വിജയൻ അദ്ദേഹം എന്താണ് പറയുന്നത്? വീരേന്ദ്രകുമാറിനെ പോലെ ഏറ്റവും ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിച്ചിറക്കി വിട്ട പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പലതരത്തിലും പ്രവർത്തിക്കുന്നു. പക്ഷെ വീരേന്ദ്രകുമാർ എന്താ പറഞ്ഞത്? വീരേന്ദ്രകുമാറിന്റെ പാർട്ടി എന്തെങ്കിലും തരത്തിൽ പറഞ്ഞു. ഇപ്പൊ KP മോഹനൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ മുന്നണി ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ നിലവാരത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനതാദൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ നേതൃയോഗം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ ഐക്യമുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അതിന് മറ്റു പല വ്യാഖ്യാനങ്ങൾ നൽകിയാൽ അതൊക്കെ തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. അക്കാര്യത്തിൽ ശ്രീ ഡീൻ, താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയൂ. പക്ഷേ 18-ാം തീയതി വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനം JDU മുന്നോട്ട് വെക്കുന്നു. അവിഭാജ്യ ഘടകമാണോ JDUവും വീരേന്ദ്രകുമാറും? UDF അത്രയധികം പ്രാധാന്യം അവർക്ക് കൽപ്പിക്കുന്നുണ്ടോ? അവരുടെ നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. അവർക്ക് സംഘടനാപരമായ പങ്കാളിത്തം നൽകുക, കോഴിക്കോട് കൺവീനർ സ്ഥാനം നൽകി, അത് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. 2, പാലക്കാട് തെരഞ്ഞെടുപ്പിലെ 1,00,000 വോട്ടിൻ്റെ തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് പഠിക്കുക, വിലയിരുത്തുക, അതിനുശേഷം നടപടി സ്വീകരിക്കുക. അതൊന്നും ചെയ്തില്ല, ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്റ്റാറ്റസ് കോ അനുസരിച്ച് സീറ്റ് നൽകിയെങ്കിൽ തന്നെയും ഏതാണ്ട് എല്ലായിടത്തും തന്നെ തോൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നവിറ്റബിളായ ഒരു ഘടകകക്ഷി അല്ല JDU എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, UDFിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട്. അതിനുവേണ്ടി ഇപ്പൊ ഉഭയകക്ഷി ശ്രീ സലിം മടവൂർ, അങ്ങനെ ഒരു മെക്കാനിസം നിങ്ങൾ കണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച UDFിന്റെ ഏറ്റവും സീനിയർ നേതാവ് ശ്രീ വീരേന്ദ്രകുമാറാണ്. അല്ല, അതൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന. പറയട്ടെ, അദ്ദേഹം പരാജയപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഇതേവരെ തയ്യാറായിട്ടില്ല. ആ നടപടി വരാതെ അടുത്ത UDFിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട് എന്നാണ് അല്പം മുമ്പ്. മെക്കാനിസം വേണമല്ലോ, അല്ലാതെ എങ്ങനെ ഞങ്ങൾ അടുത്ത നിയമത്തിൽ മെക്കാനിസം നടപ്പിലായോ എന്നാണ് എന്റെ ചോദ്യം.
അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ഉറപ്പിലാണ് മത്സരിക്കുക? അങ്ങോട്ട് മത്സരിക്കാൻ പോകണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ പരമോന്നതനായ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ഡീൻ കുര്യാക്കോസ് ന്യായമായ പ്രതികരണമാണ് സലിം മടവൂർ നടത്തുന്നത്. ഞങ്ങളുടെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ തോൽപ്പിച്ച് നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? UDF ഉന്നതാധികാര സമിതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയപ്പെട്ട റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ തമ്മിലുള്ള അതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു വഴിക്ക്. അഭിപ്രായം പറയാൻ പറ്റിയ ഒരാളല്ല ഞാൻ. ഏതായാലും ഉണ്ടോ, അങ്ങനെ നടക്കുന്നുണ്ടോ? UDF ഉന്നതാധികാര സമിതിയിൽ പാലക്കാട് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചാടിക്കളിക്കുന്നത്? അല്ല, ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിന് നടപടി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ചർച്ചയല്ല, നടപടി വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം. 3 സംസ്ഥാന ജില്ലാ കൗൺസിലുകളിലും ഒക്കെ തന്നെ ഈ ചർച്ച വന്നു. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. അത്തരക്കാർ ഇവിടെ UDF തുടരുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇവരെ കൂടെ മത്സരിക്കുന്നതിൽ എന്ത് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് അത് നടപടിയെടുക്കുക. അതേ ഞങ്ങളുടെ മിനിമം ആവശ്യം. എന്ത് പ്രസക്തിയാണ് UDF നിന്നുകൊണ്ട് മത്സരിക്കുന്നതിലുള്ളത് എന്നാണ് സലിം മടവൂർ ചോദിക്കുന്നത്. CMV ഗോവിന്ദ മാസ്റ്റർ, നേരത്തെ താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് JDUവിനെ ഒപ്പം കൂട്ടുന്നതിൽ വിമുഖതയില്ല എന്ന്. സീറ്റ് ധാരണയൊക്കെ ആയോ JDUവുമായി, അനൗപചാരികമായിട്ടാണെങ്കിൽ തന്നെയും? ഒരു ധാരണയും ആയിട്ടില്ല. അനൗപചാരികമായി JDUവുമായി CPM നേതൃത്വം സംസാരിക്കുന്നുണ്ട്. വേണ്ടാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ്. ഔപചാരികമായോ അനൗപചാരികമായോ സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ജനതാദൾ യുവുമായിട്ട് CPIMന്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല. പിന്നെ ആരെങ്കിലും വ്യക്തിപരമായി രൂപപ്പെടുത്താൻ വേണ്ടി മാത്രമേ അതൊക്കെ ഉപകരിക്കുള്ളൂ. അല്ല, വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതിപ്പോൾ ആർക്കാ അങ്ങോട്ട് സംസാരിച്ചുകൂടാതിരിക്കുന്നത്? CPIM എന്ന് പറയുന്ന പാർട്ടിയും ജനതാദൾ യുവുമായി സീറ്റ് തർക്കം അല്ലെങ്കിൽ സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യവും കേരള രാഷ്ട്രീയത്തിൽ എത്തിച്ചു കൊടുത്തു. അതിൽ ഇത്ര സീറ്റ് വേണം, ഇന്ന കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ശരിയാണോ? അല്ല, അത് നിങ്ങൾ വളരെ തെറ്റായ ഒരു വാർത്തയാണ്. കാരണം ഞങ്ങൾ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്നത് സീറ്റ് ചോദിച്ചിട്ടല്ല. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ വന്ന ആളുകളാണ്. ഞങ്ങൾ ഇപ്പോഴും ഒരു മുന്നണി എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾ എന്ത് ചർച്ച വരുമ്പോഴും വടകരയിൽ മത്സരിക്കാത്ത ഒരു കാര്യം പറയാം. അത് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ തോക്കുന്നു വിചാരിച്ചിട്ടാണ് അവിടെ മത്സരിക്കാതിരുന്നത്. അല്ല, ഞങ്ങൾ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. എന്താ മത്സരം തോറ്റുകൂടെ? ഞങ്ങൾ സീറ്റ് വാങ്ങാതിരുന്നില്ലേ? അത് നിങ്ങൾ കണ്ടുകൂടെ? 1.5 ലക്ഷം വോട്ടിന് LDF തുടർച്ചയായി ജയിക്കുന്ന സീറ്റായിരുന്നു വടകര. ആ സമയത്ത് വടകര വെച്ച് നീട്ടിയ മത്സരിക്കുമില്ലായിരുന്നു. പിന്നീടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 വട്ടം ജയിച്ചത്. തുടരുക ദയവായി. ചെറിയ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് അറിയാം, വടകര നിയോജക മണ്ഡലത്തിൽ ജനതാദളിന്റെ വോട്ട് മാറിയാൽ അവിടെ UDF ജയിക്കും. മുമ്പ് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ മാറിയാൽ ജയിക്കും. ബിജു ലക്ഷ്മികാന്ത് RSP നേതാവ്, ഒപ്പം തന്നെ RYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. നേരത്തെ ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് കേട്ടില്ലേ ബിജു? നിങ്ങളുടെ പാർട്ടി വല്ലാതെ ദുർബലപ്പെടുകയാണ്. പിണറായി വിജയൻ്റെ പൊതുസമ്മേളനത്തിൽ ഇന്ന് RSPയിലെ ഒരു വലിയ വിഭാഗം പങ്കെടുത്തിരിക്കുന്നു. RSPയെ ഇല്ലായ്മ ചെയ്യാൻ CPM വിചാരിച്ചാൽ സാധിക്കുമോ? ഒരു കാരണവശാലും സാധിക്കില്ല. ഒരു കാരണവശാലും സാധിക്കില്ല. പക്ഷേ ഇതിനകം തന്നെ VP രാമകൃഷ്ണപിള്ളയുടെ മനസാക്ഷിയായ മകൾ CPMൽ ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹം ഇതിനകം CPMൽ ചേർന്നിരിക്കുന്നു. ഇടതുപക്ഷ സ്വഭാവം നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ ആ ഒഴുക്കുണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം റെക്കഗ്നൈസ് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം, എക്നോളജ് ചെയ്യണം. ഇല്ല, ഒഴുക്കുണ്ടാകുന്നില്ല. ഇല്ലില്ലല്ല, അങ്ങനെ ഉണ്ടാകുന്നില്ല. ഈ രഘുത്തമൻ പിള്ളയും എന്ന് പറയുന്ന ഒരു സംസ്ഥാന നേതാവ് മാറി എന്നുള്ള രീതിയിലാണ് അവർ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇന്ന് സഖാവ് പിണറായി വിജയൻ പങ്കെടുത്ത യോഗ സ്ഥലത്ത് അവിടെ CPMന്റെ വളരെ വലിയ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് അവിടെ പരിപാടി നടന്നിട്ടുള്ളത്. അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി 76 പേരാണ് വായിച്ചത്. പിണറായി വിജയൻ സഖാവ് 100 പേരുടെ പേര് മാറുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ 150 പേരെന്ന് പറയുന്നു. ആദ്യമായി പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ 300ഓളം പേര് മാറുന്നെന്ന് പറയുന്നു. അതിനകത്ത് പോലും വ്യക്തത വരുത്തുവാൻ അവർക്ക് കഴിയുന്നില്ല.
സഖാവ് വി പി ചേട്ടൻ്റെ മകള് ജയന്തി ആ പാർട്ടിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ സഖാവ് വി പി ചേട്ടൻ്റെ മക്കളായിട്ടുള്ള അജയകുമാർ, അജിത് കുമാർ, അനിൽകുമാർ അടക്കമുള്ളവർ RSPയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. ആ കുടുംബത്തിലെ വി പി ചേട്ടൻ്റെ മരുമകൾ പ്രിയ പഞ്ചായത്ത് മെമ്പറായി തൃക്കരുവയിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് തുടരുകയാണ്. സഖാവ് വി പി ചേട്ടൻ വളരെ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പാർട്ടിയുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ കരുത്തനായ നേതാവാണ് സഖാവ് വി പി ചേട്ടൻ. വി പി ചേട്ടൻ്റെ അറിവോടുകൂടിയല്ല ഇത്തരം തീരുമാനമെടുത്തതെന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് സഖാവ് വി പി ചേട്ടൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഇടതു പാർട്ടിയെ ദുർബലപ്പെടുത്തുക, ഇതാണ് എപ്പോഴും CPM-നെ കുറിച്ചുള്ള വിമർശനം. നിങ്ങൾ കൂടെ നിൽക്കുന്നവരെ വല്ലാതെ ദുർബലപ്പെടുത്തി കളയും, അവരെ വളരാൻ അനുവദിക്കില്ല. CPI ഇങ്ങനെ മുരടിച്ചു പോയത് നിങ്ങളുടെ അടിയും തൊഴിയും കൊണ്ട് മാത്രമാണ്. RSP ഏതാ ഇപ്പോൾ നിങ്ങൾ ഈ നിലയിൽ ദുർബലപ്പെടുത്തുന്നു. ഇതുകൊണ്ടാണ് LDF-ലേക്ക് ആരും വരാത്തത്. അല്ല, ഇപ്പോൾ കേട്ടാ വിചാരിക്കും LDF-ൻ്റെ ഒപ്പം നിൽക്കുകയാണ് RSP എന്ന്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയാൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദാർശനിക കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച സാധാരണക്കാരും പ്രധാനപ്പെട്ടവരുമായ RSP നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഇനിയും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ സ്വയം ചിന്തിക്കും. അവർക്ക് ചിന്തിക്കാനാവില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ നിലപാട് സ്വീകരിച്ചാൽ അത് CPIM-ൻ്റെ കുതന്ത്രം കൊണ്ടാണ്. CPIM ഈ ഇടതുപക്ഷ പാർട്ടികളെ തകർക്കാനും പിളർക്കാനും ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? ഞങ്ങളാണോ ഇതിന് ഉത്തരവാദി? അവരെടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ട് അവർ സ്വയം തന്നെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അവർ കൈകാര്യം ചെയ്യട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. അവരാണ് പറയേണ്ടത്. ഇപ്പോൾ എല്ലാവരും തന്നെ RSPക്കാർ മുഴുവൻ CPM-ൻ്റെ ഭാഗമായി ചേർന്നു എന്നോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്നു എന്നോ ഞങ്ങൾ പറയുന്നില്ല. ഇനിയും ഒരുപാട് ആളുകൾ RSPയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം. UDF-ൻ്റെ ഒപ്പം നിന്ന് ദേശീയ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായൊരു സമീപനം RSP കേരളത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. അത് നീട്ടി അങ്ങോട്ട് നേരത്തെ നിങ്ങൾ തന്നെ നികേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ പാർട്ടി പ്ലീനം ഈ ഇലക്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാം, കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൻ്റെ ഫലമായി RSPക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിട്ടുണ്ട്. അമർഷം പുകഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ ആളുകൾ ഇടതുപക്ഷ പാർട്ടികളുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളൊരു ഉത്തരവാദിത്വം. എനിക്കറിയാനുള്ളത്, നിങ്ങളൊരു ആത്മവിമർശനം നടത്തുക. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി RSPക്കുണ്ടായത് കോൺഗ്രസ് കാലുവാരിയതുകൊണ്ടല്ലേ? അല്പം മുമ്പ് ശ്രീ സലിം മടവൂർ പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പരമോന്നത നേതാവ് MP വീരേന്ദ്രകുമാറിനെ കാലുവാരിയവരോടൊപ്പം എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? ഇത് RSPക്കും ബാധകമാകേണ്ടതല്ലേ? ശരിയാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയമായ വലിയ മത്സരം നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ സ്റ്റേറ്റ്മെൻ്റൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടേ പറ്റൂ. പക്ഷേ ഇത് നിങ്ങൾ വേട്ടയാടേണ്ട ഈ ചോദ്യം അല്ലെങ്കിൽ സലിം മടവൂറിൻ്റെ പരാമർശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പും അസംബ്ലി നിയമസഭാ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പുകളും രണ്ടായിട്ട് കാണണമെന്നുള്ള അഭിപ്രായമാണ് അക്കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ RSP പ്ലീനത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് പറഞ്ഞ വസ്തുത CPM-ൻ്റെ നേതൃത്വത്തിന് കീഴിൽ നടന്ന പ്ലീനത്തിൽ പോലും ഒരു പൊതു നയം സ്വീകരിക്കുവാൻ CPM-നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പ്ലീനത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ശ്രീ ബിജു, എൻ്റെ ചോദ്യം ശ്രീ സലിം മടവൂർ പറഞ്ഞ ആ പരാമർശത്തെ കുറിച്ചാണ്. സലിം മടവൂർ പറയുന്നു, ഞങ്ങൾക്ക് പേടിയാവുന്നു ഇനി കോൺഗ്രസിൻ്റെ കൂടെ മത്സരിക്കാൻ, UDF-ൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ. വീരനെ തോൽപ്പിച്ചവർ MP ശ്രേയാംസ് കുമാറിനെ തോൽപ്പിക്കില്ല എന്നെങ്ങനെ കണ്ടു? RSPയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അവരെ തോൽപ്പിക്കുന്നവർ എന്തുകൊണ്ട് ഷിബു ബേബി ജോണിനെ തോൽപ്പിക്കില്ല? ഷിബു ബേബി ജോണിനെ തോൽപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പ്രേമേന്ദ്രൻ ജയിച്ചതുപോലെ കൊല്ലം ജില്ലയിലെ RSP മത്സരിക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ UDF വലിയ രീതിയിൽ ഒരു വിജയം പാലിക്കുവാൻ പോവുകയാണ്. KP അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ KP അനിൽകുമാർ, KP മോഹനെ JDU-വിലെ വിഘടിത വിഭാഗമായി UDF-ൽ തന്നെ നിലനിർത്താനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണോ ഇന്ന് KP മോഹനൻ വീരേന്ദ്രകുമാർ യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്?
പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ JDU-ന് ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം JDU UDF-നൊപ്പം ഉറച്ചു നിന്ന് വരും ദിവസങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്കുണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം. JDU തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-നോട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ? താങ്കളെ ആയിരുന്നില്ലേ KPCC അധ്യക്ഷൻ JDU-വിനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത് പല ജില്ലകളിലും? അവർക്ക് കുറെ കാലമായ ഒരു ഇളക്കം തട്ടിയിട്ടില്ലേ? ഇല്ല, ഇത് UDF-നെ സംബന്ധിച്ച് LDF പോലെ CPM-ന്റെ ഒരു വലിയ മനോഭാവമുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാം. അതൊരു പരിധിവരെ പരിഹരിക്കാൻ UDF-ന് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ജാഥയോടൊപ്പം KPC പ്രസിഡന്റ് ജാഥയോടൊപ്പം വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയതാണ്. അവിടെ പരിപാടിയിൽ ശ്രേയസ് കുമാർ അടക്കമുള്ള മുഴുവൻ JDU-ന്റെ നേതാക്കന്മാരോ MLA ആയിട്ടുള്ള ശ്രേയസും മുഴുവൻ ആളുകളും ഈ ജാഥയിൽ സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ അല്പം മുമ്പ് ശ്രീ സലിം മടവൂർ ഒരു വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ഈ ചർച്ചയിൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ MP വീരേന്ദ്രകുമാർ എന്ന പരമോന്നത നേതാവിനെ തോൽപ്പിച്ച UDF-നൊപ്പം നിയമസഭയിൽ എങ്ങനെ മത്സരിക്കുമെന്ന്. അല്ല, അതിപ്പോ പ്രസ്താവനകൾ പലതും വരുന്നുണ്ടെന്നുള്ള ശരിയാണ്, നികേഷ് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനകത്ത് ആളുകൾക്ക് സംശയമുണ്ടാകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ JDU UDF-നൊപ്പം ഭാഗമായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. JDU MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണല്ലോ കേരളത്തിൽ. ആ പാർട്ടി പിളർന്ന് KP മോഹനൻ മാത്രം നിൽക്കുകയാണെങ്കിൽ അതിനെ ഒരു പാർട്ടിയായി UDF അംഗീകരിക്കാൻ ഇടയുണ്ടോ? അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച വേണ്ട. JDU-നകത്ത് പിളർപ്പുണ്ടാകില്ല. അല്ല, ആ പ്രവണത നുള്ളിക്കളയണമെന്ന് കഴിഞ്ഞ കുറേ കാലമായി ഇരു മുന്നണികളും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു പാർട്ടി പോകുമ്പോൾ അതിലെ ഒരു ചെറിയ വിഭാഗത്തെ നിലനിർത്തുക, പിന്നീട് അത് ആ മുന്നണിക്ക് തന്നെ ബാധ്യതയാവുക. അത് LDF-ഉം ചെയ്യുന്നുണ്ട്, UDF-ഉം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രവണതയ്ക്ക് പ്രോത്സാഹനം നൽകുമോ UDF? അതിന്റെ ഒരു ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. JDU ഇന്ന് നിലനിൽക്കുന്ന അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. മാത്യു ടി തോമസ്, ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ മാത്യു ടി തോമസ്, എന്തായാലും KP മോഹനൻ ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് താങ്കൾ പ്രതീക്ഷിച്ച നിലയിൽ തന്നെയാണോ? JDU-ന്റെ രാഷ്ട്രീയ തീരുമാനം ഇതുവരെ ഒന്നും പ്രത്യേകമായി പുറത്തു വരാത്ത സാഹചര്യത്തിൽ JDU രണ്ട് തട്ടിലാണെന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനത്തിന് ഞാൻ ഏതായാലും മുതിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം, ഒരു കൊല്ലം മുമ്പ് ജനതാ പരിവാറിന്റെ ഐക്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുള്ള സമയത്ത് ഉയർന്ന ഒരു പ്രശ്നം, കേരളത്തിൽ ലയിച്ചൊന്നാകുന്ന പാർട്ടി UDF-ൽ പോണോ LDF-ൽ പോണോ എന്ന്. ഞങ്ങൾ LDF നിലനിൽക്കണമെന്നോ അല്ല ഞങ്ങളെ കൂടെ കൂട്ടി അങ്ങോട്ട് പോകണമെന്നുള്ള തർക്കം ഇപ്പൊ അവസാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ലയനം എന്നത് ദേശീയ തലത്തിൽ ഇപ്പോ ഒരു അടഞ്ഞ അധ്യായമാണെങ്കിൽ പോലും ഒരു ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു സോഷ്യലിസ്റ്റ് ശക്തികൾ UDF-ൽ നിന്ന് മാറി LDF-ൽ വരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ഇത് തീരുമാനമെടുക്കേണ്ടത് JDU ആണ്. അല്ല, അക്കാര്യത്തിലൊക്കെ നിലപാട് ഇപ്പോൾ പുതുതായി വന്നല്ലോ. ദേശീയ തലത്തിലുള്ള യോജിപ്പ് സാധ്യമാകുന്നില്ല എന്ന് കാണുമ്പോൾ ഇവിടെയുള്ള JDU-ന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് ഇനി സംസ്ഥാനത്ത് ആരാണ് വർഗീയതയെ ഏറ്റവും ശക്തമായി നേരിടുന്നത് അവർക്കൊപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഡോക്ടർ വർഗീസ് ജോർജ് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു ധാരണയായിരിക്കുന്നു. KP മോഹൻ ഇല്ലാത്തതാണ് കുറെ കൂടി നല്ലത് എന്ന് ജനതാദൾ എസിന് തോന്നുന്നുണ്ടോ? താങ്കൾ നിയമസഭയിൽ KP മോഹനെതിരെ അഴിമതി ആരോപണത്തിന് മുതിർന്നയാളാണ്. JDU UDF-ന്റെ ഭാഗമായിരുന്നപ്പോ UDF-ന്റെ ശൈലിയിലനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന ആക്ഷേപം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് ദൗർഭാഗ്യവശാൽ ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾക്ക് ചേരുന്ന ശൈലിയിലായിരുന്നില്ല. UDF എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് തുറന്നു പറയൂ ശ്രീ മാത്യു ടി തോമസ്. അഴിമതിക്കാരനായിരുന്നോ KP മോഹനൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നത് JDU എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ എത്തിച്ചേരണം എന്ന് തന്നെയാണ്. അപ്പോ അവിടെ ചില ആളുകളുടെ മാത്രം ഒരു സോഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പുറത്തെ ഒരു ഘടകകക്ഷിയുടെ പരവാഹി എന്ന നിലയിൽ ഞാൻ തയ്യാറാവുന്ന ഈ ഘട്ടത്തിൽ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ വിൽക്കുകയായിരുന്നു കെ പി മോഹനൻ എന്ന വാർത്ത റിപ്പോർട്ടർ ടെലിവിഷനാണ് പുറത്തു കൊണ്ടുവന്നത്. അത് ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടുള്ള രോഷമാണിന്ന് കെ പി മോഹനൻ ഞങ്ങളുടെ പ്രതിനിധികളോട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വന്നിരുന്നുവെങ്കിൽ, കെ പി മോഹൻ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അതായിരിക്കാം യാഥാർത്ഥ്യമെങ്കിൽ പോലും, അങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ യാതൊരു നാണവുമില്ലാതെ അദ്ദേഹത്തെ കൂത്തുപറമ്പിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുമായിരുന്നില്ലേ? ഇതെല്ലാം ഒരു സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനെ സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരം പറയുന്നത് ഒരു ശരിയുമല്ല. ജനതാദൾ യു എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ട് വ്യക്തമായിട്ടില്ല. അവരെടുക്കുന്ന നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോകുമോ, അതിൽ എല്ലാവരും ഒപ്പം ചേർന്ന് മുന്നോട്ടേക്ക് വരുമോ എന്നൊക്കെ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ വരാൻ പോകുന്നയാൾ അല്ലെങ്കിൽ വരാതിരിക്കുന്നയാൾ ഇപ്പോൾ പോയത് നന്നായോ അല്ല മുമ്പേ പോയത് നന്നായോ, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്നുവെങ്കിൽ അവരെ മത്സരിപ്പിക്കുമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ശരിയായൊരു ചോദ്യമാണ് എന്ന് ഞാൻ കാണുന്നില്ല. ഇവിടെ പാർട്ടികൾ തമ്മിലാണ് ഐക്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കുറേ കാലം പ്രവർത്തിച്ച ജനതാദൾ യു ഇപ്പോഴും ജനതാദൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും അവരതിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. അവരുടെ നിലപാട് മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വരാൻ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചതിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശ്രീ മാത്യു ടി തോമസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDS-ന് മാത്രം സീറ്റ് നൽകിയാൽ മതിയായിരുന്നു. ഇതിനകം തന്നെ JDU ഒരു ലിസ്റ്റ് കോടിയേരിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് എന്നും ആ ലിസ്റ്റിൽ സീറ്റുകളുടെ എണ്ണം പോലും ഉണ്ട് എന്നുമാണ് ഇടനാഴിയിലെ വർത്തമാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDS-ന് മത്സരിക്കാനുള്ള സീറ്റ് ഉദാഹരണത്തിന് വടകര എന്തായാലും JDU മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റാണ്. LDF-ലേക്ക് വരികയാണെങ്കിൽ അത് JDS-നാണോ JDU-നാണോ എന്നെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കും. നഷ്ടം വരാൻ പോകുന്നത് JDS-നാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണോ താങ്കൾ ഈ സ്വാഗതം ചെയ്യൽ? വടകര ഞങ്ങൾ മത്സരിച്ച് വിജയിച്ച് ഞങ്ങളുടെ MLA ഉള്ളൊരു മണ്ഡലമാണ്. അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്ക എനിക്കില്ല. പക്ഷെ ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, സീറ്റിനെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം തീരുമാനിക്കുന്നതല്ല ശരി, മറിച്ച് രാഷ്ട്രീയ നിലപാടുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് സീറ്റുകൾ പരമാവധി വാങ്ങി മത്സരിക്കുക എന്നതാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്ന തന്ത്രം. അതുതന്നെയാണ് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞത്. ഒരു സീറ്റിന്റെ പേരിൽ രാഷ്ട്രീയം തീരുമാനിക്കുന്ന ഒരു രീതി നമുക്ക് ആശാസ്യകരമല്ല. നാട്ടിൽ എതിർക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ടവർ ഒരുമിച്ച് നിൽക്കുകയും അവരുടെ സീറ്റ് ധാരണ ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുന്നണിക്കകത്ത് രൂപപ്പെടേണ്ടുന്ന ഒരു വിഷയം. അതിൽ JDU വന്നു എന്നുള്ളത് കൊണ്ട് JDS-ന് വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്ന വിലയിരുത്തലൊന്നും ഞങ്ങൾക്കില്ല. ശ്രീ KP അനിൽകുമാർ, ഇപ്പോൾ KPCC അധ്യക്ഷൻ്റെ യാത്രയ്ക്കൊപ്പമാണല്ലോ താങ്കൾ. അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അതൊരു വലിയ കീറാമുട്ടിയായി മാറില്ലേ? നേരത്തെ JDS ആയിരുന്ന പാർട്ടിയാണ് പിന്നീട് SJD ആയി പോയത്, ഇപ്പോൾ JDU ആയി പോയത്. അവർക്ക് കൊടുത്തിരുന്ന 7-8 സീറ്റ് അത് പിന്നീട് 6 ആക്കി. അങ്ങനെ ഇരിക്കുന്ന പാർട്ടി ഇപ്പോൾ 2ആയി വരികയാണ്. എന്ന് വരുമ്പോൾ കൂടുതൽ സീറ്റുകൾ അലോട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇപ്പോഴും വന്നു ചേർന്നിട്ടില്ലാത്ത ജനതാദൾ യുവിന് ഭാവിയിൽ കൊടുക്കേണ്ടുന്ന സീറ്റിനെ പറ്റി ഇപ്പോഴേ ഉത്കണ്ഠപ്പെട്ടിട്ട് ജനതാദൾ എസുമായിട്ടും ജനതാദൾ യുവുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലേക്കോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടത്തിലേക്കോ ഒന്നും കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു പ്രായമായിട്ടില്ല. അവരെന്ത് നിലപാട്, രാഷ്ട്രീയമാണ് പ്രശ്നം. 18-ാം തീയതി ഇനി ആകെ 5-10 ദിവസം മാത്രമേ ഈ തെറ്റായ നിലപാടുകൾ ഇപ്പോഴേ തീരുമാനിച്ചു തുടങ്ങണം ഏതൊക്കെ സീറ്റുകൾ കൊടുക്കാം. 18-ാം തീയതി കഴിഞ്ഞിട്ട് അവരെടുക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാം. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു ഗൃഹപാഠം ചെയ്യുന്നത് നന്നായിരിക്കും. അതിനെ മാഷെ പ്രാപ്തനാക്കുകയാണ് ഈ ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നമ്മളെ പ്രാപ്തമാക്കുന്നത് നല്ല തന്നെ. പക്ഷേ ആ പ്രാപ്തമാക്കുന്നതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നങ്ങളും കുഴപ്പമുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമം ചിലർക്കെങ്കിലും ഉപകാരപ്രദമാവൂ എന്നുള്ള കാര്യം നികേഷ് അതിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാം,
ജനതാദൾ യു എടുക്കുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല. മാന്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും, ആവശ്യമായ രീതിയിലുള്ള ചർച്ച നടത്തും. നേരത്തെ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ ഒരു വലിയേട്ട നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. വലിയേട്ട നിലപാട് സ്വീകരിക്കാത്ത കോൺഗ്രസ് ആണല്ലോ സഖ്യകക്ഷികൾക്ക് ഒന്നിനും സീറ്റ് കൊടുക്കാതെ ലീഗിന് മാത്രം സീറ്റ് കൊടുത്തിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സീറ്റും ഒപ്പം മത്സരിക്കുന്നത്. അതൊക്കെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. ഞാൻ മടങ്ങിയെത്താം. കൊല്ലത്തെ പിണറായി വിജയന്റെ പ്രശ്നം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. 5 പേരുടെ കറക്ക് കമ്പനി മാത്രമായി RSP ഇപ്പോൾ മാറിയെന്നാണ് പിണറായി വിജയന്റെ ആക്ഷേപം. RSPയിൽ നിന്നും വിട്ടുവരുന്നവർക്ക് CPM ഇടം നൽകും. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്ന RSP കേരളത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പിണറായി കൊല്ലത്ത് പറഞ്ഞു. എന്താണിത്? എങ്ങനെ ആലോചിച്ചാലും പൊരുത്തപ്പെടാനാകുന്നില്ല. തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ആ ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് അങ്ങേയറ്റം ജീർണത ബാധിച്ച വലതുപക്ഷത്തിന്റെ വക്താക്കളായി മാറുന്നു. തങ്ങളുടെ നേതാക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു? ഈ ചിന്ത സ്വാഭാവികമായി ഉണ്ടാവും. അങ്ങേയറ്റത്തെ പ്രക്ഷുബ്ധാവസ്ഥ മനസ്സിൽ സൃഷ്ടിക്കും. ഇതാണിപ്പോ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ബിജു, അവസാനമായി CPM നിങ്ങളെ ലക്ഷ്യമിട്ടിരിക്കുന്നു, നിങ്ങളെ തകർക്കുക എന്ന് തന്നെയാണ് പിണറായി വിജയനും CPM-ഉം ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതിനു മുമ്പ് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഒരാളുടെ കറക്ക് കമ്പനിയാണ് CPM എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് പിണറായി വിജയൻ 5 പേരുടെ കറക്ക് കമ്പനിയാണ് RSP എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ട് അത് ഒരാളുടെ കറക്ക് കമ്പനിയാണെന്ന്. അത് കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം. വളരെ ഒരു സംശയമില്ല. ഈ വിഷയത്തിൽ സംസാരിച്ച ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, മാത്യു ടി തോമസ്, സലിം മടവൂർ, KP അനിൽകുമാർ, ഡീൻ കുര്യാക്കോസ്, നന്ദി. 8 സവറിൽ പങ്കെടുത്തു.